ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാറ്റ സിയറയുടെ പ്യുവർ അതുപോലെ പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് വേരിയൻസ് ആണ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലായ സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 11.5 lakhs ബേസിക് പ്രൈസ് എന്ന് പറയുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലോഡായിരുന്നു. ഏതായാലും നമ്മൾ ഇന്ന് ഈ രണ്ട് മോഡൽസിൽ, അതായത് പ്യുവർ ടു പ്യുവർ പ്ലസ് നിങ്ങൾ അഡീഷണൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഫ്രണ്ട് ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. അതായത് കണക്റ്റഡ് DRLs ഉണ്ട്, LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ഹെഡ് ലാംപ്സ് ആണെങ്കിലും അത് LED ആണ്. ഫ്രണ്ടിൽ സിയറയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്, അതുപോലെ താഴത്തെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഫ്രണ്ട് ഡിസൈൻ എക്സാക്ട്ലി സെയിം തന്നെയാണ്. ടോപ്പ് എൻഡ് വരുന്ന പോലെ ഫോഗ് ലാംപ്സ് ഇല്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫിനിഷ്, അതായത് റൂഫിൽ വരുന്ന ഇങ്ങനത്തെ ഫിനിഷ് ബേസ് മോഡൽ മുതൽ തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ബ്ലാക്ക് കളറിലുള്ള മിറേഴ്സും അതുപോലെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസും ഒക്കെ ബേസ് മോഡൽ മുതലുണ്ട്. ഈ പഴയ സിയറയുടെ ആ ഒരു ഡിസൈൻ മിമിക്കാൻ നോക്കിയ സംഭവമാണിത്. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് സൺറൂഫ് കിട്ടുന്നുണ്ട്, പാനോറാമിക് സൺറൂഫ് ആണ്. പക്ഷേ ഇത് പ്യുവർ പ്ലസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വോയിസ് അസിസ്റ്റഡ് ഇലക്ട്രിക് സൺറൂഫ് ആണ് വരുന്നത്. പക്ഷേ നോർമൽ പ്യുവർ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സൺറൂഫ് ഉണ്ടാവില്ല. ഏത് പ്രൈസ് ഞാൻ പറയുമ്പോൾ കറക്റ്റ് ഡിഫറൻസ് പറഞ്ഞുതരാം. ഇനി അലോയ്സ് എടുക്കുകയാണെങ്കിൽ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതും നിങ്ങൾ പ്യുവർ മോഡൽ എടുക്കുകയാണെങ്കിൽ കിട്ടില്ല, പ്യുവർ പ്ലസ് എടുക്കുകയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതും 17 ഇഞ്ച് ആണ്. ഈ വണ്ടിയുടെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി അണ്ടർടയർഡ് ആയതുപോലെ തോന്നും. ഇതിൻ്റെ പ്രൊഫൈൽ, അതായത് ടയറിൻ്റെ സൈസ് എല്ലാം വരുന്ന ബേസ് മോഡലുള്ളത് തന്നെയാണ്. അതായത് 215/65 R17 ആണ് ടയർ സൈസ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് സ്പോയിലർ ഉണ്ട്, റിയർ വൈപ്പർ വാഷർ അതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പ്യുവർ പ്ലസ് എടുക്കുകയാണെങ്കിൽ കിട്ടും, ഹിഡൻ വൈപ്പർ. പക്ഷേ പ്യുവർ മോഡൽ അതും ഉണ്ടാവില്ല. പക്ഷേ കണക്റ്റഡ് ടെയിൽ ലാമ്പ് സാധനങ്ങളൊക്കെ ബേസ് മോഡൽ പോലെ സ്റ്റാൻഡേർഡ് ആണ്, നമുക്കറിയാം. സിയറയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്, ടാറ്റയുടെ ലോഗോ, പിന്നെ താഴത്തെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബേസിക് വേരിയന്റ് പോലെ തന്നെ കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് പ്യുവറിലും പ്യുവർ പ്ലസിലും നമ്മൾ ഡിഫറൻസ് വരുന്നത്. സ്മാർട്ട് എടുക്കുകയാണെങ്കിൽ അലോയ് വീൽസ് ഇല്ല, സ്റ്റീൽ വീൽസ് ആണ്, 17 ഇഞ്ച് വീൽസ് ആണ്. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ മെയിനായിട്ടുള്ളൂ, അല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസം സത്യം പറഞ്ഞാൽ പറയാനില്ല. ഇനി ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ചേഞ്ചസ് കാണാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഡാഷ്ബോർഡ് ലേഔട്ട് നോക്കുകയാണെങ്കിൽ അതിൽ വലിയ ഡിഫറൻസ് ഇല്ല. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് പോലത്തെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ എൻട്രി ലെവൽ വേരിയൻസിലും, അതായത് പ്യുവർ സ്മാർട്ട് പ്ലസ് പ്യുവർ പ്ലസ് എല്ലാത്തിലും ഏകദേശം ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കിട്ടുന്നത്. ഇനി സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ അത് 4 സ്പോക്ക് ആണ്, പക്ഷേ ലെതറായിട്ടൊന്നും അല്ല. എന്നാലും സ്റ്റിയറിംഗ് മോണിറ്റ് കൺട്രോൾസ് ഒക്കെ നമുക്ക് ഓഡിയോ സിസ്റ്റം അതിന് വേണ്ടി കിട്ടുന്നുണ്ട്. ബേസ് മോഡൽ അതില്ലായിരുന്നു, ആകപ്പാടെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ബേസ് മോഡലിൽ വരുന്ന സെയിം സാധനം തന്നെയാണ്. അതായത് 5 ഇഞ്ചസിനടുത്ത് ഒരു ഡിസ്പ്ലേ വരുന്ന TFT ക്ലസ്റ്റർ ആണ് വരുന്നത്. പറഞ്ഞു വരുമ്പം ഓൾ ഡിജിറ്റൽ ആണ്, പക്ഷേ അത് അത്ര ഒരു സ്മാർട്ട് ആയിട്ടുള്ള ക്ലസ്റ്റർ അല്ല, ജസ്റ്റ് ബേസിക് ആണ്. എന്തായാലും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്തുണ്ട്. പിന്നെ 4 പവർ വിൻഡോസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും അതുപോലെ ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് കിട്ടുന്നത്. ബേസ് വേരിയന്റ് നമുക്ക് ആകപ്പാടെ ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പ്യുവറിലും പ്യുവർ പ്ലസിലും രണ്ടിലും ഓട്ടോ ഫോൾഡ് വരുന്നുണ്ട്. ഇനി നടുവിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. ബേസ് മോഡൽ ഇൻഫോടൈം സിസ്റ്റം ഇല്ല, പക്ഷേ പ്യുവറിലും പ്യുവർ പ്ലസിലും സെയിം 10.25 ഇഞ്ചസിന് ഇൻഫോടൈം സിസ്റ്റം നിങ്ങൾക്ക് കിട്ടുള്ളൂ. 12.3 ഇഞ്ച് ഒന്നും കിട്ടില്ല. ഇതും വലിയ കുഴപ്പമില്ല, ഒരു നെക്സോണൊക്കെ കൊടുക്കുന്ന അതേ സാധനം തന്നെയാണ്. ടിയാഗോയിലും തന്നെയാണ് വരുന്നത്. എനിവേ 8 സ്പീക്കേഴ്സും ആണ് ഇതിനകത്ത് ടോട്ടൽ കിട്ടുന്നത്. 4 സ്പീക്കറും 4 ട്വിറ്ററും. പിന്നെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വരുന്നുണ്ട്. പ്യുവർ മോഡൽ ഓട്ടോ AC ഇല്ല, പക്ഷേ ഡിജിറ്റൽ കൺട്രോൾസ്, അതായത് ഈ കാണുന്ന സെയിം ഒരു പാനൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അകത്ത് ഓട്ടോ AC-യുടെ ഇതുണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ പ്യുവർ പ്ലസ് മുതൽ ഡ്യുവൽ സോൺ ഓട്ടോ AC കിട്ടും. വയർലെസ് ചാർജർ ഒന്നും വേരിയൻസിലൊന്നും ഇല്ല. സെൻറ്റർ കൺസോൾ നിങ്ങൾക്ക് കാണാം. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ആണ്. സീറ്റ്സിൻ്റെ ഫിനിഷ് നിങ്ങൾക്ക് കാണാം. ഇതിനകത്തും എക്സ്റ്റെൻഡബിൾ അണ്ടർത്തെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എന്നാലും ട്വിൻ കളർ സീറ്റ്സ് അല്ലെങ്കിൽ ഡ്യുവൽ കളർ സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതും ഡാഷ്ബോർഡ് കണ്ടാൽ ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റിൻ്റെ കോമ്പിനേഷനാണ്. ആൻഡ് ഫാബ്രിക് സീറ്റ്സ് ആണ് ഡെഫിനറ്റ്ലി. പിന്നെ ഫ്രണ്ടിൽ ആംറസ്റ്റ് ഉണ്ട്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നില്ല, പക്ഷെ എന്നാലും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഹെഡ് റെസ്റ്റ്, നടുവിലത്തെ ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ AC വെൻസ് എല്ലാം നമുക്ക് ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നതാണ്. സ്പേസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, സ്പേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ പൊതുവെ വ്യത്യാസം ഉണ്ടാവാറില്ല. സൺറൂഫിൻ്റെ കൺട്രോൾസും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ പ്യുവർ പ്ലസ് മാത്രം എടുത്താലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അഡീഷണൽ ആയിട്ട് പ്യുവർ പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ക്രൂസ് കൺട്രോൾ പ്യുവറിലും പ്യുവർ പ്ലസിലും രണ്ടിലും കിട്ടുന്ന ഫീച്ചറാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഒരു ബേസ് മോഡൽ മുതൽ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, EBD, ആക്ച്വലി ESP എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് 20+ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹിൽ അസെൻഡ് കൺട്രോൾ ബേസ് മോഡൽ ഉണ്ടായിരുന്നു. ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ഹിൽ ഡിസെൻഡ് കൺട്രോളും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ TPMS, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ ഓട്ടോ ഡിമിംഗ് അല്ലാത്ത മാനുവൽ ഡിമിംഗ് IRVMs. ഓട്ടോ ഡിമിംഗ് ആക്ച്വലി ടോപ്പ് എൻഡിൽ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. ഇത്രയൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ്. പിന്നെ 2 വേരിയൻസിലും നമുക്ക് റിയർ ക്യാമറ കിട്ടുന്നുണ്ട് കേട്ടോ, അത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. പിന്നെ വരുന്നത് വേറൊരു വ്യത്യാസമുള്ള 2 വേരിയൻസിലും നിങ്ങളിപ്പോൾ പ്യുവർ പ്ലസ് എടുക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് 2 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ടൈപ്പ് സി പോർട്ട് കിട്ടും. പക്ഷേ പ്യുവർ ആണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 45 വാട്ടിൻ്റെ ടൈപ്പ് സി പോർട്ടേ ഉള്ളൂ. മറ്റേത് നോർമൽ നമ്മുടെ സാധാരണ മറ്റേ സാധനമാണ്, USB പോർട്ടാണ്. സോ അതാണ് സംഭവം. ഇനി കളേഴ്സ് എടുക്കുകയാണെങ്കിൽ 4 കളേഴ്സ് ഉണ്ട്. ബേസ് മോഡലിൽ നമുക്ക് 3 കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ
കൂർഗ് ക്ലൗഡ്സ് എന്ന് പറയുന്നൊരു മോഡലും കൂടെ കിട്ടുന്നുണ്ട്. ഏതായാലും ഈ പ്യുവർ പ്ലസ് എന്ന് വരുമ്പോഴേക്കും നമുക്ക് റെഡ് കളറും കൂടെ ആഡ് ആവുന്നുണ്ട്. അത് ബേസ് മോഡലിൽ ഇല്ലാത്തൊരു സംവിധാനം ആയിരുന്നു. നിങ്ങൾക്ക് കളേഴ്സ് കൂടുതൽ വേണമെങ്കിൽ. സോ ഇത്രയൊക്കെയാണ് ബേസിക് ഡിഫറൻസ് വരുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. ഇനി എഞ്ചിൻ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 1.5 ടർബോ പെട്രോൾ കിട്ടുന്നില്ല, പക്ഷേ 1.5 NA പെട്രോളും 1.5 ടർബോ ഡീസലും കിട്ടുന്നുണ്ട്. 1.5 NA പെട്രോൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ചും അതുപോലെ 6 സ്പീഡ് മാനുവലും കിട്ടുന്നുണ്ട്. പവർ ഫിഗേഴ്സ് ഒക്കെ സെയിം ആണ്. 106 PS പവർ, 145 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്ക്. ഡീസലാണെങ്കിൽ 118 PS പവറും 206 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് മാനുവൽ വരുന്നത്. ഇനി നിങ്ങൾ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് 280 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് കിട്ടുന്നത്. എന്തായാലും ഈ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ വേരിയൻസിൻ്റെ എല്ലാ ട്രാൻസ്മിഷനും കിട്ടുന്നുണ്ട് ടർബോ പെട്രോൾ ഒഴികെ. അത് കുറച്ച് കഴിഞ്ഞാൽ, അതായത് അഡ്വഞ്ചറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല, അങ്ങനെ പിന്നെ പെട്രോളിന് മാത്രം ഓട്ടോമാറ്റിക് ഉള്ളൂ. അഡ്വഞ്ചർ പ്ലസ്സിലാണെങ്കിൽ NA പെട്രോളിന് ഓട്ടോമാറ്റിക് ഇല്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അഡ്വഞ്ചർ പ്ലസ് മുതലാണ് ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് പിന്നെ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്തായാലും ഈ മോഡൽ നമുക്ക് പ്യുവർ ആയാലും പ്യുവർ പ്ലസ് ആയാലും രണ്ടിലും ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ, ഡീസൽ മാനുവൽ ഉണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് NAയിലുണ്ട്, പെട്രോൾ മാനുവലും NA വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് രണ്ട് വേരിയൻസിൻ്റെ പ്രൈസ് അതുപോലെ അത് വർത്ത് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്യുവർ മോഡൽ എടുക്കുകയാണെങ്കിൽ 12.99 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് NA മാനുവലിൽ വരുന്നത്, അതായത് പെട്രോൾ മോഡൽ. ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ കൂടും, 14.49 lakhs ആയി. ഡീസലാണെങ്കിൽ 14.49 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു, മാക്സിമം 15.99 lakhs വരെ ഓട്ടോമാറ്റിക്കിന് പോകുന്നു. അഗൈൻ 1.5 ലക്ഷം രൂപയാണ് അവിടെ എക്സ്ട്രാ ഡീസലിന് വരുന്നത്. ആൻഡ് വേരിയൻ വൈസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും സ്മാർട്ട് പ്ലസ് ടു പ്യുവറിലേക്ക് പോകുമ്പോഴേക്കും 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. പ്യുവറിൽ നിന്ന് പ്യുവർ പ്ലസിലേക്ക് പോകുമ്പോഴേക്കും വീണ്ടും 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. അതായത് സ്മാർട്ട് പ്ലസ് ടു പ്യുവർ പ്ലസിലേക്ക് വരുമ്പോഴേക്കും ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് എക്സ്ഷോറൂം പ്രൈസിൽ തന്നെ വ്യത്യാസമുണ്ട്. അത് ഓൺ റോഡ് വരുമ്പോഴേക്കും ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകും നമ്മുടെ വ്യത്യാസം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അത്യാവശ്യം ഒരു നല്ല ബഡ്ജറ്റൊക്കെ ഉള്ള ആളാണെങ്കിൽ, ഓർ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റൊക്കെ ഉള്ള ആളാണെങ്കിൽ 20 lakhs വരെ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ പ്യുവർ പ്ലസ് നല്ലൊരു ഓപ്ഷനാണ്. 17 ഇഞ്ച് അലോയ്സ് ഇത്തിരി അണ്ടർ ടയർഡ് ആണെന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ വലിയ കുഴപ്പമൊന്നും എനിക്കതിൽ തോന്നുന്നില്ല. കാരണം പാനോറമിക് സൺറൂഫ്, അത്യാവശ്യം നല്ലൊരു ടച്ച് സ്ക്രീൻ ഉണ്ട്, പിന്നെ റിവേഴ്സ് ക്യാമറ, അങ്ങനത്തെ ബേസിക് സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 80,000 രൂപ കൊടുത്ത് അഡ്വഞ്ചറിലേക്ക് പോകണമെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നില്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ 360 ക്യാമറ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീല്, ലെതർ റാപ്ഡ് ഗിയർ നോബ്, അങ്ങനത്തെ കുറച്ച് ഗിമ്മിക്ക് സാധനങ്ങൾ. ഓർ 360 ക്യാമറ ഒക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതിലും ഭയങ്കര ഫങ്ഷണൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ വരുന്നത് ഫ്രണ്ട് ഫോഗ് ലാംപ്സും അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, പിന്നെ 7 inches എന്ന ക്ലസ്റ്റർ വരും അതിനകത്ത്. നമ്മുടെ ബാക്കി എല്ലാ വേരിയൻസിലും 5 inch ആയിരുന്നല്ലോ, സോ അതിൻ്റെ സൈസ് ഇത്തിരി കൂടും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് അഡ്വഞ്ചറിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് വരുന്നത്. അതിൻ്റെ അഡ്വഞ്ചർ പ്ലസ് ഇത് രണ്ടിൻ്റെയും റിവ്യൂ ഞാൻ വേറെ ചെയ്യാം. നിങ്ങളാണെങ്കിൽ ഏത് മോഡലായിരിക്കും വാങ്ങുന്നത്, ഇതിൻ്റെ പ്യുവറിൻ്റെയും പ്യുവർ പ്ലസ് വേരിയൻറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ആണ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.